ബീഹാറിലെ ശാന്തമായ ഒരു ഗ്രാമത്തിലായിരുന്നു ഈശ്വർ ശർമ്മയുടെയും ഭാര്യ സാവിത്രിയുടെയും താമസം. വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു ആ കൊച്ചു വീട്. ഈശ്വർ ഒരു സാധാരണ കർഷകക്കാരനായിരുന്നു. അധ്വാനശീലനായ അദ്ദേഹത്തിന്റെ ഏക ലോകം തന്റെ ഭാര്യയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വരാനിരിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു ആ ദമ്പതികൾ. സാവിത്രി ഗർഭിണിയായ വിവരം അറിഞ്ഞതു മുതൽ ഈശ്വർ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാകണമെന്നും അവൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി ഒരു വലിയ നിലയിൽ എത്തിക്കണമെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊരു തിരക്കഥയായിരുന്നു. പ്രസവവേദനയെ തുടർന്ന് സാവിത്രിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവളെ തളർത്തി. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും സാവിത്രിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾ ഒരു സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി. ഒരേ സമയം ജനനത്തിന്റെ സന്തോഷവും മരണത്തിന്റെ തീരാ ദുഃഖവും ഈശ്വറിനെ തേടിയെത്തി. തന്റെ പ്രിയതമയുടെ ചലനമറ്റ ശരീരം കണ്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി. എങ്കിലും തന്റെ കയ്യിലിരുന്ന് കരയുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം തന്റെ കണ്ണുനീർ തുടച്ചു. ഈ കുഞ്ഞിന് വേണ്ടി താൻ ജീവിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹം അവൾക്ക് ശിവാനി എന്ന് പേരിട്ടു. ശിവാനിയെ വളർത്തുക എന്നത് ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. അമ്മയില്ലാത്ത കുഞ്ഞിന് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം ഒരേപോലെ നൽകാൻ അദ്ദേഹം പരിശ്രമിച്ചു. ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും അവളെ അയൽക്കാരുടെ പക്കൽ ഏൽപ്പിക്കേണ്ടി വരുമായിരുന്നു. അവൾ വളരുന്നത് നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായി. ശിവാനി വളരെ ബുദ്ധിമതിയായ ഒരു കുട്ടിയായി വളർന്നു. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ ഗ്രാമത്തിലെ സ്കൂളിൽ ചേർത്തു. പഠന കാര്യങ്ങളിൽ അവൾ അതീവ താല്പര്യം കാണിച്ചു. സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന ശിവാനിയെ കാത്ത് ഈശ്വർ എപ്പോഴും വീട്ടുവാതിൽക്കൽ ഉണ്ടാകും. അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൾ വാചാലമായി അച്ഛനോട് പറയും. അച്ഛാ, ഞാൻ വലുതാകുമ്പോൾ ഒരു വലിയ ഓഫീസർ ആകുമെന്ന് ടീച്ചർ പറഞ്ഞു എന്നവൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. തീർച്ചയായും മോളെ, നീ വലിയൊരു ഉദ്യോഗസ്ഥയാകും. നിന്റെ അച്ഛൻ അതിനായി എന്ത് കഷ്ടപ്പാടും സഹിക്കും എന്ന് അദ്ദേഹം മറുപടി നൽകും. തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മകളെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അവൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ അദ്ദേഹം അധിക സമയം ജോലി ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ശിവാനി 10ാം ക്ലാസ്സിലെത്തി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു അത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മകൾക്ക് എല്ലാ പിന്തുണയും നൽകി ഈശ്വർ കൂടെ നിന്നു. രാത്രി വൈകുവോളം അവൾ പഠിക്കുമ്പോൾ അദ്ദേഹം അവൾക്ക് കൂട്ടിരിക്കും. എന്നാൽ പരീക്ഷാഫലം വരുന്നതിന് തൊട്ടു മുമ്പ് വിധി വീണ്ടും കരിനിഴൽ വീഴ്ത്തി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങവേ അപ്രതീക്ഷിതമായ ഒരു വാഹന അപകടത്തിൽ ഈശ്വർ കൊല്ലപ്പെട്ടു. തന്റെ ജീവിതത്തിലെ ഏക അത്താണിയും സംരക്ഷകനുമായ അച്ഛന്റെ മരണം ശിവാനിയെ അക്ഷരാർത്ഥത്തിൽ അനാഥയാക്കി. ആ കൊച്ചു വീട് പെട്ടെന്ന് നിശബ്ദമായി. അച്ഛന്റെ ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ശിവാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ലോകം ഇരുട്ടിലായി. മകളുടെ വിജയം കാണാൻ കാത്തുനിന്ന ആ അച്ഛൻ അവളോട് ഒരു വാക്കുപോലും പറയാതെ യാത്രയായി. അയൽക്കാരും ഗ്രാമവാസികളും അവളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നെങ്കിലും ഇനി ആ പെൺകുട്ടിയുടെ ഭാവി എന്താകുമെന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ബാക്കിയായി. അച്ഛന്റെ മരണം ശിവാനിയുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയും സ്വപ്നങ്ങളെയും ഒരു നിമിഷം തളർത്തിക്കളഞ്ഞു. അമ്മക്ക് പിന്നാലെ അച്ഛനും പോയതോടെ അവൾ ആ വലിയ ലോകത്ത് ഒറ്റക്കായി. എങ്കിലും തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആ കൊച്ചു പെൺകുട്ടിയെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യം ഗ്രാമത്തിൽ ഉയർന്നു. ഗ്രാമവാസികൾക്ക് അവളോട് സഹതാപം ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥിരമായി ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ഈ സമയത്താണ് ഈശ്വറിന്റെ സഹോദരി ഗ്രാമത്തിലെത്തിയത്. എന്റെ സഹോദരന്റെ ഏക മകളല്ലേ ഇവൾ, ഞാൻ ഇവളെ നോക്കിക്കോളാം എന്ന് അവർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചു. സ്വന്തം രക്തത്തിൽപ്പെട്ട ഒരാൾ തന്നെ തേടി വന്നല്ലോ എന്ന ആശ്വാസത്തിൽ ശിവാനി അവരോടൊപ്പം പോകാൻ സമ്മതിച്ചു. അച്ഛന്റെ ഓർമ്മകൾ നിറഞ്ഞ ആ വീടിനോട് കണ്ണീരോടെ വിട പറയുമ്പോൾ തന്റെ ജീവിതം ഇനി സുരക്ഷിതമായിരിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ ഭാനുവിന്റെ വീട്ടിലെത്തിയ ശിവാനിക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ തെറ്റ് മനസ്സിലായി. ആ പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യാൻ ശമ്പളമില്ലാത്ത ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടിയാണ് അവർ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. വീട്ടിലെത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ അവൾക്ക് കഠിനമായ പണികൾ നൽകപ്പെട്ടു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് വീട് വൃത്തിയാക്കാനും പാത്രങ്ങൾ കഴുകാനും തുണി നനക്കാനും അവൾ നിർബന്ധിതയായി. അല്പം വൈകിയാൽ പോലും അവരുടെ ശകാരം കേൾക്കേണ്ടി വന്നു. സ്നേഹത്തിന്റെ ഒരുറ്റ തുള്ളി പോലും അവൾക്ക് അവിടെ ലഭിച്ചില്ല. പോരാത്തതിന് വിശപ്പിന് ആവോളം ഭക്ഷണം പോലും അവർ നൽകിയിരുന്നില്ല. ഈ ദുരിതങ്ങൾക്കിടയിലും ശിവാനി തന്റെ പഠനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ദിവസങ്ങൾ
ദിവസങ്ങൾ കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ ഗ്രാമം ഒന്നടങ്കം ഞെട്ടി. കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും ശിവാനി ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കി വിജയിച്ചിരിക്കുന്നു. പത്രങ്ങളിൽ അവളുടെ പേര് വന്നു. വലിയൊരു പ്രതീക്ഷയോടെ ശിവാനി തന്റെ മാർക്ക് ലിസ്റ്റുമായി ഭാനുമതിയുടെ അടുത്തെത്തി. ആന്റി, എനിക്ക് തുടർന്ന് പഠിക്കണം. ഞാൻ നല്ല മാർക്കോടെ പാസ്സായിരിക്കുന്നു. എന്റെ സ്വപ്നം എനിക്ക് പൂർത്തിയാക്കണം എന്നവൾ അപേക്ഷിച്ചു. എന്നാൽ ഭാനുമതിയുടെ മറുപടി ആ പെൺകുട്ടിയുടെ ഹൃദയം തകർത്ത് കളഞ്ഞു. മാർക്ക് കിട്ടിയതുകൊണ്ട് ചോറ് കിട്ടില്ല. നീ പഠിക്കാൻ പോയാൽ ഈ വീട്ടിലെ പണികൾ ആര് ചെയ്യും? പെണ്ണുങ്ങൾക്ക് അധികം പഠിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അവർ അവളെ പരിഹസിച്ചു. തുടർന്ന് പഠിക്കാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, അവളുടെ പുസ്തകങ്ങൾ ഭാനുമതി നശിപ്പിക്കാനും ശ്രമിച്ചു. വരും ദിവസങ്ങളിൽ വീട്ടുജോലികളുടെ ഭാരം ഇരട്ടിയായി. തന്റെ അച്ഛൻ കണ്ട സ്വപ്നങ്ങൾ ഈ വീട്ടിൽ ഇരുന്നാൽ ചാരമായി പോകുമെന്ന് ശിവാനി തിരിച്ചറിഞ്ഞു. അവിടെ തുടർന്നാൽ തന്റെ ഭാവി നശിക്കുമെന്ന് അവൾക്കുറപ്പായി. ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നില്ല. ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നല്ലാതെ മറ്റൊരു വഴിയും അവളുടെ മുന്നിലുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ രാത്രി വന്നു ചേർന്നു. അന്ന് ഭാനുമതിയും കുടുംബവും ഗ്രാമത്തിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. രാത്രി വൈകിയേ അവർ തിരിച്ചെത്തൂ എന്ന് ശിവാനിക്ക് അറിയാം. അവൾ വേഗത്തിൽ തന്റെ പഴയ ബാഗിൽ അച്ഛന്റെ ഒരു ചിത്രവും 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും കുറച്ച് വസ്ത്രങ്ങളും എടുത്തുവെച്ചു. കൈവശമുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവുമായി അവൾ ആ വീടിന്റെ പടിയിറങ്ങി. ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ അവൾ കിതച്ചുകൊണ്ട് ഓടി. ലക്ഷ്യമില്ലാത്ത യാത്രയായിരുന്നു അത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കണ്ട ആദ്യത്തെ തീവണ്ടിയിൽ അവൾ കയറിയിരുന്നു. തീവണ്ടി നീങ്ങിത്തുടങ്ങിയപ്പോൾ ശിവാനി ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നോ ഇനി ആര് തന്നെ സഹായിക്കുമെന്നോ അവൾക്കറിയില്ല. എങ്കിലും ഒന്നുറപ്പായിരുന്നു, തന്റെ അച്ഛന്റെ പേര് ലോകമറിയുന്ന രീതിയിൽ താൻ വളരും. ഉറക്കമില്ലാത്ത ആ രാത്രിയിൽ തീവണ്ടിയുടെ ശബ്ദത്തിനൊപ്പം അവളുടെ ഹൃദയമിടിപ്പും വേഗത്തിലായി. ജനാൽക്കൽ ഇരുന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ശിവാനിയുടെ ഉള്ളിൽ ഭയമായിരുന്നു. പരിചയമില്ലാത്ത മുഖങ്ങൾ, അപരിചിതമായ ഭാഷകൾ. താൻ എവിടെയാണ് ചെന്നിറങ്ങുക എന്നതിനെക്കുറിച്ച് അവൾക്കൊരു രൂപവുമില്ലായിരുന്നു. തീവണ്ടിയിലെ തിരക്ക് കുറഞ്ഞതോടെ അവളുടെ ഭയം വർദ്ധിച്ചു. ഈ സമയത്താണ് എതിർവശത്തെ സീറ്റിലിരുന്ന് ഒരു യുവാവ് അവളെ സൂക്ഷിച്ചു നോക്കുന്നത് ശിവാനി ശ്രദ്ധിച്ചത്. ആ നോട്ടം അവളെ അസ്വസ്ഥയാക്കി. അവൻ ഫോണെടുത്ത് ആരോടോ സംസാരിക്കുകയും ശിവാനിക്ക് നേരെ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപകടം മണത്ത ശിവാനി അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ തന്നെ ബാഗുമെടുത്ത് ധൃതിയിൽ താഴെ ഇറങ്ങി. എന്നാൽ ആ സ്റ്റേഷൻ വിജനമായിരുന്നു. തീവണ്ടിയിൽ കണ്ട ആ യുവാവും അവന്റെ കൂടെ മറ്റു 3 പേരും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ശിവാനിയുടെ കാലുകൾ വിറച്ചു. അവർ അവളെ ലക്ഷ്യം വെച്ചാണ് വരുന്നത്. പേടിച്ചിരണ്ട അവൾ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഓടി. രാത്രിയുടെ ഇരുട്ടിൽ വിജനമായ തെരുവുകളിലൂടെ അവൾ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു. പുറകിൽ ഗുണ്ടകളുടെ ആക്രോശങ്ങളും പാദസ്വരങ്ങളുടെ ശബ്ദവും കേൾക്കാം. ഓടി ഓടി അവൾ തളർന്നു. പെട്ടെന്ന് ദൂരെ ഒരു പള്ളിയിൽ നിന്നും മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വരുന്നത് അവൾ കണ്ടു. നേരം വെളുക്കാനായിരുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന പ്രായമായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവൾ അവസാന ശക്തിയുമെടുത്ത് ഉറക്കെ വിളിച്ചു, എന്നെ രക്ഷിക്കൂ, അവർ എന്നെ കൊല്ലും. ആ വിളി കേട്ട് ആ മനുഷ്യൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വെളുത്ത താടിയും ശാന്തമായ മുഖവുമുള്ള ആ മൗലവി സാഹിബ് ഭയന്നു വിറച്ച് തന്റെ മുന്നിൽ വീണ പെൺകുട്ടിയെ കണ്ടു. അവളുടെ കണ്ണുകളിൽ മരണഭയം ഉണ്ടായിരുന്നു. മൗലവി സാഹിബ് സാഹചര്യം പെട്ടെന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും അവളെ പിന്തുടർന്നു വന്ന ഗുണ്ടകൾ അവിടെ എത്തിയിരുന്നു. മൗലവി സാഹിബ് ശിവാനിയെ തന്റെ പുറകിൽ നിർത്തി ഗാംഭീര്യത്തോടെ അവരെ നേരിട്ടു. നിങ്ങൾ ആരായാലും ശരി, ഈ പള്ളിയുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ ഇവിടെ വിട്ടു പോകൂ, അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും എന്ന് അദ്ദേഹം കർക്കശമായി പറഞ്ഞു. മൗലവി സാഹിബിന്റെ ശബ്ദത്തിലെ ഉറപ്പും ആത്മീയമായ തേജസ്സും കണ്ട് ആ ഗുണ്ടകൾ ഭയന്നു. അവർ പതുക്കെ അവിടുന്ന് പിന്മാറി. അപകടം ഒഴിഞ്ഞുവെന്ന് ഉറപ്പായപ്പോൾ ശിവാനി പൊട്ടിക്കരഞ്ഞു. മൗലവി സാഹിബ് അവളെ പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തി. അദ്ദേഹം അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. മോളെ, നീ പേടിക്കേണ്ട. നീ ഇവിടെ സുരക്ഷിതയാണ്. നീ ആരാണ്? എന്തിനാണ് ഇത്ര രാത്രിയിൽ ഒറ്റയ്ക്ക് ഓടുന്നത്? അദ്ദേഹം വാത്സല്യത്തോടെ ചോദിച്ചു. ശിവാനി തന്റെ കഥ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. അച്ഛന്റെ മരണം, ഭാനുമതിയുടെ വീട്ടിലെ പീഡനങ്ങൾ, പഠിക്കാനുള്ള തന്റെ ആഗ്രഹം, ഒളിച്ചോട്ടം
എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. മതം ഏതായാലും മുന്നിൽ നിൽക്കുന്നത് സഹായം ആവശ്യമുള്ള ഒരു കുഞ്ഞാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ലോകത്ത് നീ ഒറ്റക്കല്ല മോളെ. ദൈവം നിന്നെ എന്റെ അടുത്തേക്ക് അയച്ചതാണ്. എനിക്ക് മക്കളില്ല. ഈ പള്ളിയിലും അടുത്തുള്ള ചെറിയ കുടിലുമാണ് എന്റെ ജീവിതം. നീ സമ്മതിക്കുകയാണെങ്കിൽ നിനക്കെന്റെ കൂടെ താമസിക്കാം. നിന്റെ അച്ഛന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അപരിചിതനായ ഒരാളിൽ നിന്നും ഇത്രയും വലിയൊരു വാഗ്ദാനം കേട്ടപ്പോൾ ശിവാനിക്കത് വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ സത്യസന്ധതയും സ്നേഹവും അവളുടെ ഉള്ളിലെ ഭയത്തെ മായ്ച്ചു കളഞ്ഞു. ആ പുലർച്ചെ ആകാശത്ത് സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ശിവാനിയുടെ ജീവിതത്തിലും പുതിയൊരു പ്രകാശം പരന്നു. തന്റെ മതം ചോദിക്കാതെ, തന്റെ ജാതി നോക്കാതെ തന്നെ നെഞ്ചോട് ചേർത്ത ആ മൗലവി സാഹിബിനെ അവൾ ഉപ്പ എന്ന് വിളിച്ചു. ആ നിമിഷം മുതൽ ശിവാനിക്ക് ഒരു പുതിയ പിതാവിനെയും പുതിയൊരു ജീവിത ലക്ഷ്യവും ലഭിച്ചു. മൗലവി സാഹിബ് അവളെ തന്റെ കൊച്ചു വീട്ടിലേക്ക് കൂട്ടി. തകർന്നു വീഴാറായ ആ കുടിൽ ശിവാനിക്ക് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി തോന്നി. മൗലവി സാഹിബിന്റെ ആ കൊച്ചു കുടിൽ പുറമേ നിന്ന് നോക്കിയാൽ ജീർണിച്ച ഒന്നായിരുന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും വിള്ളലുകൾ വീണ ചുവരുകളുമുള്ള ആ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. എന്നാൽ ആ കുടിലിനുള്ളിൽ ശിവാനിക്ക് ലഭിച്ച സമാധാനം ലോകത്തിലെ മറ്റൊരു കൊട്ടാരത്തിലും അവൾക്ക് ലഭിക്കില്ലായിരുന്നു. മൗലവി സാഹിബ് തന്റെ ഏക സമ്പാദ്യമായ ആ പഴയ കട്ടിൽ അവൾക്കായി നൽകി. ശിവാനി വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവളുടെ പഠനത്തിനെ കുറിച്ച് ആലോചിച്ചു. പഠിക്കണമെന്നത് നിന്റെ അവകാശമാണ് മോളെ. അതിന് മതം തടസ്സമാകരുത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം അവളെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി. കൈവശം രേഖകളോ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതിരുന്നതിനാൽ സ്കൂൾ അധികൃതർ ആദ്യം അവളെ ചേർക്കാൻ മടിച്ചു. എന്നാൽ മൗലവി സാഹിബ് അവർക്ക് മുന്നിൽ കൈകൂപ്പി നിന്നു. ഇവളെന്റെ മകളാണ്. ഇവളുടെ ഭാവി നശിപ്പിക്കരുത്. ഇവൾക്ക് വേണ്ടി എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാശിക്കും സ്നേഹത്തിനു മുന്നിൽ സ്കൂൾ അധികൃതർ വഴങ്ങി. അങ്ങനെ ശിവാനി വീണ്ടും പഠിച്ചു തുടങ്ങി. സ്കൂൾ കഴിഞ്ഞു വന്നാൽ അവൾ മൗലവി സാഹിബിനെ വീട്ടുജോലികളിൽ സഹായിക്കും. പള്ളി വൃത്തിയാക്കുന്നതിലും അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നതിലും അവൾ സന്തോഷം കണ്ടെത്തി. ഗ്രാമത്തിലെ ചിലർ ഈ ബന്ധത്തെ സംശയത്തോടെയാണ് നോക്കിയത്. ഒരു മുസ്ലിം മൗലവി എങ്ങനെയാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ വളർത്തുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം. പലരും അദ്ദേഹത്തെ പരിഹസിച്ചു, ചിലർ കുറ്റപ്പെടുത്തി. എന്നാൽ മൗലവി സാഹിബ് അവരോടൊക്കെ ശാന്തമായി പറഞ്ഞു, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, മതത്തെയല്ല. ഈ കുട്ടിക്ക് സഹായം ആവശ്യമാണ്. അത് നൽകുക എന്നത് എന്റെ കടമയാണ്. ശിവാനിയോട് അദ്ദേഹം എപ്പോഴും പറയും, മോളെ, ലോകം പലതും പറയും, പക്ഷെ നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം. ഈ വാക്കുകൾ ശിവാനിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. മൗലവി സാഹിബിന് സ്ഥിരമായ വരുമാനം ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുകയും ഇടയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്ന പണവും കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. പല ദിവസങ്ങളിലും വീട്ടിൽ ആവശ്യത്തിന് ആഹാരം ഉണ്ടാകുമായിരുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ മൗലവി സാഹിബ് തനിക്ക് വിശപ്പില്ലെന്ന് നുണ പറഞ്ഞ് തന്റെ പങ്ക് കൂടി ശിവാനിക്ക് നൽകുമായിരുന്നു. അദ്ദേഹം വെറും വെള്ളം കുടിച്ചുറങ്ങുന്നത് ശിവാനി പലതവണ കണ്ടു. ഇത് കാണുമ്പോൾ അവളുടെ ഉള്ളുലയും. ഉപ്പ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടും. തന്റെ വളർത്തച്ഛൻ തനിക്കു വേണ്ടി സഹിക്കുന്ന ഈ ത്യാഗങ്ങൾ ശിവാനിക്ക് കൂടുതൽ കരുത്ത് നൽകി. തന്റെ അച്ഛന്റെ സ്വപ്നം മാത്രമല്ല, തന്നെ വിശ്വസിച്ച് കൂടെ കൂട്ടിയ ഈ മനുഷ്യന്റെ അഭിമാനത്തിനു വേണ്ടിയും തനിക്ക് വിജയിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ രാത്രി വൈകുവോളം പഠിച്ചു. പാഠപുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാത്തപ്പോൾ അവൾ സഹപാഠികളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി കുറിപ്പുകൾ തയ്യാറാക്കി. അധ്യാപകർക്കും ശിവാനി പ്രിയപ്പെട്ടവളായി മാറി. അവളുടെ കഴിവും അധ്വാനവും കണ്ട് അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. മൗലവി സാഹിബ് അവൾക്ക് വെറും ഒരു സംരക്ഷകൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ വഴികാട്ടിയായിരുന്നു. ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എങ്ങനെ ശാന്തത പാലിക്കണമെന്ന് അദ്ദേഹം അവളെ പഠിപ്പിച്ചു. വിദ്യയാണ് നിന്റെ ആയുധം, അതാരും നിന്നിൽ നിന്ന് മോഷ്ടിക്കില്ല എന്ന് അദ്ദേഹം അവളോട് പലപ്പോഴും പറയും. ഓരോ മാസവും തന്റെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുക അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു. ശിവാനിയുടെ ഉപരിപഠനത്തിനു വേണ്ടി തന്റെ മുഷിഞ്ഞ വസ്ത്രം പോലും മാറ്റാൻ തയ്യാറാകാതെ ആ പണം അദ്ദേഹം മകൾക്കായി കരുതി വെച്ചു. സ്നേഹത്തിന്റെ ഈ വലിയ പാഠങ്ങൾക്കിടയിൽ ശിവാനി
ശിവാനി 12ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. ആ ഗ്രാമത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി അവൾ വളരുകയായിരുന്നു. 2 വർഷങ്ങൾ അധിക വേഗം കടന്നുപോയി. മൗലവി സാഹിബിന്റെ സ്നേഹത്തണലിൽ ശിവാനി 12ാം ക്ലാസ് പരീക്ഷയിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി. ആ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ പെൺകുട്ടി ശിവാനിയായിരുന്നു. ഫലം വന്ന ദിവസം മൗലവി സാഹിബ് തന്റെ സന്തോഷം അടക്കാനാവാതെ പള്ളിയിൽ മധുരം വിതരണം ചെയ്തു. എന്നാൽ ആ വിജയത്തോടൊപ്പം ഒരു പുതിയ പ്രതിസന്ധിയും ഉയർന്നു വന്നു. ശിവാനിക്ക് തന്റെ ലക്ഷ്യമായ സിവിൽ സർവീസിലേക്ക് എത്തണമെങ്കിൽ നഗരത്തിൽ പോയി ഉപരിപഠനം നടത്തേണ്ടതുണ്ട്. ആ ഗ്രാമത്തിൽ അവൾക്ക് ഇനിയൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. തന്റെ മകൾ ദൂരേക്ക് പോകുമെന്ന യാഥാർത്ഥ്യം മൗലവി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. ശിവാനി വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏകാന്തമായ ജീവിതം സജീവമായിരുന്നു. എങ്കിലും അദ്ദേഹം തന്റെ സങ്കടം പുറത്തു കാണിച്ചില്ല. മോളെ, ഈ ഗ്രാമം നിന്റെ സ്വപ്നങ്ങൾക്ക് ചെറുതാണ്. നീ നഗരത്തിൽ പോകണം, നന്നായി പഠിക്കണം. നിന്റെ അച്ഛന്റെയും എന്റെയും സ്വപ്നം നീ സഫലമാക്കണം എന്ന് അദ്ദേഹം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഏക സമ്പാദ്യം അദ്ദേഹം അവൾക്ക് നൽകി. യാത്രയാകുന്ന ദിവസം ശിവാനിയുടെ കണ്ണുകൾ തോരാതെ പെയ്തു. തന്റെ അച്ഛന്റെ മരണശേഷം തന്നെ കൈപിടിച്ചുയർത്തിയ ഈ മനുഷ്യനെ തനിച്ചാക്കി പോകുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഉപ്പ, ഞാൻ പോയാൽ നിങ്ങൾക്ക് ആരുണ്ടാകും എന്ന് അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. മൗലവി സാഹിബ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹ് ഉണ്ട് മോളെ. പിന്നെ നിന്റെ വിജയ വാർത്തകളും. നീ ഒരു വലിയ ഓഫീസറായി തിരിച്ചു വരുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കണ്ണീരോടെ ആ കുടിലിന്റെ പടിയിറങ്ങുമ്പോൾ താൻ ഈ മനുഷ്യന് നൽകിയ വാക്ക് പാലിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. നഗരത്തിലെത്തിയ ശിവാനിക്ക് മുന്നിൽ തുറന്നത് ഒരു പുതിയ ലോകമായിരുന്നു. തിരക്ക് പിടിച്ച തെരുവുകൾ, വലിയ കെട്ടിടങ്ങൾ, ലക്ഷ്യബോധമില്ലാതെ പായുന്ന മനുഷ്യർ. ഇതൊന്നും അവൾക്ക് പരിചിതമായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗുമായി അവൾ ഒരു ഹോസ്റ്റൽ അന്വേഷിച്ച് നടന്നു. എന്നാൽ നഗരത്തിലെ ചിലവുകൾ അവളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. കയ്യിലുള്ള പണം വേഗത്തിൽ തീർന്നു പോകുമെന്ന് മനസ്സിലാക്കിയ ശിവാനി പഠനത്തിനൊപ്പം ജോലി ചെയ്യാനും തീരുമാനിച്ചു. കുറെ അലച്ചിലിനു ശേഷം ഒരു ചെറിയ ഹോട്ടലിൽ അവൾക്കൊരു ജോലി ലഭിച്ചു. ഹോട്ടൽ ഉടമ ദയാലുവായ ഒരു മനുഷ്യനായിരുന്നു. ശിവാനിയുടെ കഴിവും ആത്മാർത്ഥതയും കണ്ടപ്പോൾ അദ്ദേഹം അവൾക്ക് ഹോട്ടലിന് മുകളിലുള്ള ഒരു ചെറിയ മുറി താമസിക്കാനായി നൽകി. പകൽ മുഴുവൻ ഹോട്ടലിലെ പാത്രങ്ങൾ കഴുകിയും വിളമ്പിയും അവൾ ജോലി ചെയ്തു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ തന്റെ പാഠപുസ്തകങ്ങൾ തുറന്നു. ക്ഷീണം കൊണ്ട് പലപ്പോഴും പുസ്തകത്തിന്റെ മുകളിൽ അവൾ തല ചായ്ച്ചു പോകും. എങ്കിലും മൗലവി സാഹിബിന്റെ മുഖം അവൾക്ക് വീണ്ടും കരുത്ത് നൽകി. നഗരത്തിലെ ഏകാന്തതയിൽ അവൾക്ക് ഏക ആശ്വാസം മൗലവി സാഹിബിനോടുള്ള ഫോൺ സംഭാഷണങ്ങളായിരുന്നു. ആഴ്ചയിലൊരിക്കൽ അടുത്തുള്ള കടയിൽ പോയി അവൾ അദ്ദേഹത്തെ വിളിക്കും. മോളെ, നീ ഭക്ഷണം കഴിച്ചോ? നന്നായി പഠിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവളുടെ എല്ലാ ക്ഷീണവും മാറും. താൻ നേരിടുന്ന കഷ്ടപ്പാടുകൾ ഒന്നും അവൾ അദ്ദേഹത്തോട് പറഞ്ഞില്ല. പകരം താൻ വലിയൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് മാത്രം അവൾ അറിയിച്ചു. അധ്വാനത്തിന്റെ ആ നാളുകളിൽ ശിവാനി തന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. ഇനി അവളുടെ മുന്നിലുള്ളത് സിവിൽ സർവീസ് എന്ന വലിയ ലക്ഷ്യമാണ്. മൗലവി സാഹിബിന്റെ പ്രാർത്ഥനകളും സ്വന്തം ഇച്ഛാശക്തിയും തുണയാക്കി ശിവാനി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തു. ഹോട്ടൽ ഉടമയുടെ വലിയ മനസ്സിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞ് അവൾ തന്റെ അടുത്ത ലക്ഷ്യമായ ഡൽഹിയിലേക്ക് തിരിച്ചു. സിവിൽ സർവീസ് പരിശീലനത്തിന്റെ കേന്ദ്രമായ ഡൽഹി ശിവാനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഗ്രാമത്തിൽ നിന്നെത്തിയ ഈ പെൺകുട്ടിക്ക് തന്റേതായ ഒരിടം കണ്ടെത്തേണ്ടിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവുമായി അവൾ ഒരു ചെറിയ കോച്ചിംഗ് സെന്ററിൽ ചേർന്നു. ഡൽഹിയിലെ ജീവിതം അവൾ വിചാരിച്ചതിലും കടുപ്പമേറിയതായിരുന്നു. താമസം, ഭക്ഷണം, പുസ്തകങ്ങൾ എന്നിവക്കായി വലിയൊരു തുക ആവശ്യമായിരുന്നു. പലപ്പോഴും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അവൾ പണം ലാഭിച്ചു. ഡൽഹിയിലെ കൊടും തണുപ്പിലും കത്തുന്ന വേനലിലും അവൾ ലൈബ്രറിക്കുള്ളിൽ മണിക്കൂറുകളോളം ചിലവഴിച്ചു. അവൾക്ക് ചുറ്റുമുള്ളവർ വില കൂടിയ പുസ്തകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശിവാനി പഴയ പുസ്തകശാലയിൽ നിന്ന് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളിലൂടെ അറിവ് തേടി. ഓരോ തവണ തളരുമ്പോഴും മൗലവി സാഹിബിന്റെയും സ്വന്തം അച്ഛന്റെയും മുഖം അവൾ ഓർത്തു. സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടങ്ങൾ അവൾ ആത്മവിശ്വാസത്തോടെ നേരിട്ടു. ഓരോ കടമ്പ കടക്കുമ്പോഴും അവളുടെ
അവളുടെ ഉള്ളിലെ തീ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിന്നപ്പോൾ അവളുടെ സ്വഭാവവും സത്യസന്ധതയും അവരെ ആകർഷിച്ചു. തന്റെ ജീവിതാനുഭവങ്ങൾ അവൾ അവിടെ പങ്കുവച്ചു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ആ സുദിനം വന്നു ചേർന്നു. സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ശിവാനിക്ക് ഉന്നത റാങ്കുണ്ട്. അവൾ ഒരു ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത കണ്ടപ്പോൾ ശിവാനിക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുകൾ ഒഴുകി. തന്റെ അച്ഛന്റെ സ്വപ്നം ഇതാ സഫലമായിരിക്കുന്നു. ഒരു കർഷകന്റെ മകൾ, അനാഥയാകപ്പെട്ട ഒരു പെൺകുട്ടി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിയിരിക്കുന്നു. അവൾ ആദ്യം ഓടിച്ചെന്ന് ഫോൺ എടുത്തത് തന്റെ ഉപ്പയെ വിളിക്കാനായിരുന്നു. മറുതലക്കൽ ഫോൺ എടുത്ത മൗലവി സാഹിബിനോട് ശബ്ദം ഇടറിക്കൊണ്ട് അവൾ പറഞ്ഞു, ഉപ്പ, ഞാൻ വിജയിച്ചു, ഞാൻ കളക്ടറായിരിക്കുന്നു. മൗലവി സാഹിബ് ഒരു നിമിഷം നിശബ്ദനായി. പിന്നീട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എനിക്കറിയാമായിരുന്നു മോളെ, എന്റെ മകൾ ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ദൈവം നിന്റെ കഷ്ടപ്പാടുകൾ കണ്ടു. ഈ വൃദ്ധന്റെ കണ്ണുകൾക്ക് ഇനി സമാധാനമായി അടയാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമത്തിലെ ആ കൊച്ചു കുടിലിനുള്ളിൽ ഇരുന്ന് അദ്ദേഹം സർവശക്തനോട് നന്ദി പറഞ്ഞു. ശിവാനി കളക്ടറായ വാർത്ത ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. അവളെ ഒരിക്കൽ പരിഹസിച്ചവരും പഠിക്കാൻ അനുവദിക്കാതിരുന്ന ബന്ധുക്കളും ഇപ്പോൾ അവളുടെ പേര് അഭിമാനത്തോടെ പറയാൻ തുടങ്ങി. കളക്ടറായി ചുമതലയേൽക്കുന്നതിനു മുമ്പ് ഔദ്യോഗികമായ പരിശീലനങ്ങളും മറ്റും അവൾക്ക് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. എങ്കിലും അവളുടെ മനസ്സ് തന്റെ ഗ്രാമത്തിലേക്കും മൗലവി സാഹിബിന്റെ അടുത്തേക്കുമാണ് ഓടിയത്. തനിക്ക് തണലായ ആ മനുഷ്യനെ കാണാൻ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഗാംഭീര്യത്തോടെ മടങ്ങിച്ചെല്ലുന്ന ആ നിമിഷത്തിനായി അവൾ കാത്തിരുന്നു. ഒരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യം വിധിക്കു പോലും മാറ്റിയെഴുതാൻ കഴിയില്ലെന്ന് ശിവാനി ലോകത്തിന് കാണിച്ചു കൊടുത്തു. സിവിൽ സർവീസ് പരിശീലനം പൂർത്തിയാക്കി ഔദ്യോഗികമായ ചുമതലയേറ്റ ശേഷം ശിവാനി ആദ്യം ആഗ്രഹിച്ചത് തന്റെ ഗ്രാമത്തിലേക്ക് പോകാനായിരുന്നു. നീലവെളിച്ചം തെളിയുന്ന സർക്കാർ മുദ്രയുള്ള ആ വെള്ളക്കാറിൽ അവൾ തന്റെ പഴയ ഗ്രാമത്തിന്റെ അതിർത്തി കടന്നു. ഒരു കാലത്ത് ഭയന്നോടിയ അതേ വഴികളിലൂടെ ഇന്ന് ഗാംഭീര്യത്തോടെ അവൾ കടന്നു പോകുമ്പോൾ ഗ്രാമവാസികൾ കൗതുകത്തോടെ റോഡരികിൽ തടിച്ചുകൂടി. കളക്ടർ മാഡം വരുന്നു എന്ന വാർത്ത ഗ്രാമത്തിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. എന്നാൽ അത് തങ്ങൾക്കറിയാവുന്ന ആ അനാഥ പെൺകുട്ടിയാണെന്ന് പലർക്കും വിശ്വസിക്കാനായില്ല. വണ്ടി നേരെ പോയി നിന്നത് മൗലവി സാഹിബിന്റെ ആ പഴയ കുടിലിന് മുന്നിലായിരുന്നു. ഗ്രാമത്തിലെ കൊച്ചുകുട്ടികൾ വണ്ടിക്ക് പിന്നാലെ ഓടി വന്നു. വണ്ടിയുടെ വാതിൽ തുറന്ന് ശിവാനി പുറത്തിറങ്ങി. അവളുടെ കണ്ണുകൾ ആദ്യം അന്വേഷിച്ചത് തന്റെ ഉപ്പയെയാണ്. കുടിലിന് മുന്നിലെ പഴയ കട്ടിലിൽ അവശനായി ഇരിക്കുകയായിരുന്നു മൗലവി സാഹിബ്. വാർദ്ധക്യം അദ്ദേഹത്തെ കൂടുതൽ തളർത്തിയിരുന്നു. മുന്നിൽ വന്നു നിൽക്കുന്ന ഉദ്യോഗസ്ഥയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാനായില്ല. ശിവാനി പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. നാട്ടുകാർ നോക്കി നിൽക്കെ അവൾ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. ഉപ്പ, ഞാൻ വന്നു, നിങ്ങളുടെ മകൾ വന്നു എന്ന് വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ ശബ്ദം കേട്ടതും മൗലവി സാഹിബ് ഞെട്ടിപ്പോയി. വിറക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം അവളുടെ മുഖം പിടിച്ചുയർത്തി. ശിവാനി മോളെ, നീ വന്നോ? അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുകൾ ഒഴുകി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ കാഴ്ച കണ്ട് ചുറ്റും നിന്ന ഗ്രാമവാസികളുടെ കണ്ണുകളും നിറഞ്ഞു. ഗ്രാമത്തിലെ ചിലർ അടക്കം പറഞ്ഞു, നോക്ക്, ഒരു വലിയ ഓഫീസർ ഈ ദരിദ്രനായ മൗലവിയുടെ കാൽക്കൽ വീഴുന്നു. ഇത് കേട്ട ശിവാനി എഴുന്നേറ്റ് നിന്ന് ഉറച്ച സ്വരത്തിൽ ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ കളക്ടർ ഉണ്ടായത് ഈ മനുഷ്യന്റെ ത്യാഗം കൊണ്ടാണ്. എന്റെ സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് തണലായത് ഇദ്ദേഹമാണ്. തന്റെ ആഹാരം എനിക്ക് നൽകിയും സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിച്ചും എന്നെ പഠിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹമാണ് എന്റെ യഥാർത്ഥ ഉപ്പ. ശിവാനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളെ ഒരിക്കൽ ആക്ഷേപിച്ചവർ തല താഴ്ത്തി. ജാതിക്കും മതത്തിനും അപ്പുറം സ്നേഹത്തിന്റെ വലിയൊരു പാഠം ആ ഗ്രാമം അന്ന് പഠിച്ചു. മൗലവി സാഹിബ് അഭിമാനത്തോടെ തന്റെ മകളെ നോക്കി പുഞ്ചിരിച്ചു. തന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അന്ന് ആ കുടിലിരുന്ന് അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി തന്റെ കൂടെ നഗരത്തിലേക്ക് വരണമെന്നും ശിഷ്ടകാലം തന്റെ കൂടെ കഴിയണമെന്നും ശിവാനി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തന്റെ മകൾക്ക് തണലാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം അത് സമ്മതിച്ചു. അനാഥയായി ഒളിച്ചോടിയ ഒരു പെൺകുട്ടി തന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ഒരു വിജയിയായി മടങ്ങി വന്ന ആ നിമിഷം ഗ്രാമചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറി. കളക്ടർ എന്ന നിലയിലുള്ള ശിവാനിയുടെ പ്രവർത്തനം
വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറ്റാരും അനുഭവിക്കരുത് എന്ന നിർബന്ധം അവൾക്കുണ്ടായിരുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പരാതികളുമായി അവളുടെ മുന്നിലെത്തുന്നത്. ഓരോ ഫയലിലും ഒരു മനുഷ്യന്റെ ജീവിതമുണ്ടെന്ന് അവൾ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. തന്റെ ഔദ്യോഗിക വസതിയിൽ മൗലവി സാഹിബിനെ അച്ഛനായി താമസിപ്പിച്ചിരിക്കുന്നത് അറിഞ്ഞ് പലരും അത്ഭുതപ്പെട്ടു. ചിലർ ഇതിനെ മതപരമായ കണ്ണിലൂടെ നോക്കിയപ്പോൾ മറ്റു ചിലർ മനുഷ്യത്വത്തിന്റെ വലിയ മാതൃകയായി ഇതിനെ കണ്ടു. മൗലവി സാഹിബ് തന്റെ മകളുടെ ഔദ്യോഗിക തിരക്കുകൾ കണ്ട് അഭിമാനിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരിക്കും. തന്റെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ അവൾ അദ്ദേഹത്തോട് പങ്കുവെക്കും. ഉപ്പ, ഇന്ന് ആ പാവപ്പെട്ട കുട്ടിയുടെ പഠനത്തിന് സഹായം നൽകാൻ എനിക്ക് കഴിഞ്ഞു എന്ന് അവൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തിളങ്ങും. മോളെ, അധികാരം എന്നത് സേവനം ചെയ്യാനുള്ള അവസരമാണ്. നീ അത് ഭംഗിയായി ചെയ്യുന്നു എന്ന് അദ്ദേഹം മറുപടി നൽകും. തന്റെ ജില്ലയിലെ അനാഥരായ കുട്ടികൾക്കായി ശിവാനി ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു. സർക്കാർ സഹായത്തോടെ അവർക്ക് താമസവും പഠന സൗകര്യവും നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ആ പദ്ധതിയുടെ ഉദ്ഘാടനം ദിവസം അവൾ വലിയൊരു മാതൃക കാണിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ ആയിരുന്നില്ല ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. തന്റെ ഉപ്പയായ മൗലവി സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്നെ ഇവിടം വരെ എത്തിച്ച എന്റെ അച്ഛൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യണം. ആ നിമിഷം മൗലവി സാഹിബിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിറക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം അത് ചെയ്തു. ആ ചടങ്ങിൽ ശിവാനി തന്റെ കഥ എല്ലാവരോടുമായി പറഞ്ഞു. താൻ ഭയന്നോടിയ രാത്രിയും തനിക്ക് അഭയം നൽകിയ മൗലവി സാഹിബിന്റെ കാരുണ്യവും കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവർ നിശബ്ദരായി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം കലഹിക്കുന്ന ഈ ലോകത്ത് സ്നേഹത്തിന്റെ ഒരു വലിയ പാഠം അവൾ അവിടെ അവതരിപ്പിച്ചു. കളക്ടർ മാഡത്തിന്റെ ഈ പ്രവൃത്തി ജില്ലയിലുടനീളം വലിയ ചർച്ചയായി. സാധാരണക്കാർക്ക് അവൾ വെറും ഒരു ഉദ്യോഗസ്ഥയല്ല, മറിച്ച് തങ്ങളിൽ ഒരാളായി തോന്നി. തന്റെ വളർത്തച്ഛന് അവൾ നൽകുന്ന ബഹുമാനം കണ്ടപ്പോൾ വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന പലർക്കും അതൊരു വലിയ പാഠമായി മാറി. ശിവാനിയുടെ ഔദ്യോഗിക ജീവിതം വിജയകരമായി മുന്നോട്ടു പോകുമ്പോൾ തന്നെ അവളുടെ സ്വകാര്യ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ആര്യനുമായി ശിവാനിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. സത്യസന്ധനും മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്നവനുമായിരുന്നു ആര്യൻ. എന്നാൽ ഈ വിവാഹാലോചന വന്നപ്പോൾ ശിവാനിയുടെ മനസ്സിൽ ഒരേ ഒരു നിബന്ധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്റെ ഉപ്പയെക്കുറിച്ചായിരുന്നു. അവൾ ആര്യനോട് തുറന്നു പറഞ്ഞു, എന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ എന്റെ ഉപ്പയാണ്. രക്തബന്ധമില്ലെങ്കിലും അദ്ദേഹം എനിക്ക് സ്വന്തം പിതാവിനേക്കാൾ വലുതാണ്. വിവാഹശേഷവും അദ്ദേഹം എന്റെ കൂടെ ഉണ്ടാകും. അദ്ദേഹത്തെ സ്വന്തം പിതാവിനെ പോലെ ബഹുമാനിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് ഈ ബന്ധത്തിന് സമ്മതമാകൂ. ശിവാനിയുടെ ഈ നിലപാട് കേട്ടപ്പോൾ ആര്യന്റെ ബഹുമാനം വർദ്ധിച്ചു. ശിവാനി, നിങ്ങളെ സംരക്ഷിച്ച ആ മനുഷ്യൻ എനിക്ക് ബഹുമാന്യനാണ്. അദ്ദേഹം നമ്മുടെ വീട്ടിലെ കാരണവരായി എന്നും കൂടെ ഉണ്ടാകും എന്ന് ആര്യൻ ഉറപ്പു നൽകി. വിവാഹ ദിവസം ആ നഗരം സാക്ഷ്യം വഹിച്ചത് അപൂർവമായ ഒരു കാഴ്ചക്കായിരുന്നു. ഒരു ഹൈന്ദവ വിവാഹ ആചാരങ്ങൾക്കിടയിലും പട്ടുസാരിയെടുത്ത് വധുവായി നിൽക്കുന്ന ശിവാനിയുടെ അരികിൽ പിതാവിന്റെ സ്ഥാനത്ത് ഇരുന്നത് വെള്ള വസ്ത്രവും തൊപ്പിയും ധരിച്ച മൗലവി സാഹിബായിരുന്നു. കന്യാദാന ചടങ്ങുകളിൽ തന്റെ വളർത്തച്ഛന്റെ കൈകൾ ചേർത്തു പിടിക്കുമ്പോൾ ശിവാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മതം മാറ്റിവെച്ച് മനുഷ്യത്വത്തിന് വില നൽകിയ ആ വിവാഹവേദിയിൽ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ മാഞ്ഞുപോയി. വിവാഹശേഷം ആര്യന്റെയും ശിവാനിയുടെയും വീട്ടിൽ മൗലവി സാഹിബ് സമാധാനത്തോടെ കഴിഞ്ഞു. ആര്യൻ അദ്ദേഹത്തെ ഉപ്പ എന്ന് വിളിച്ചു. ഓരോ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിനു മുമ്പ് അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുമായിരുന്നു. ആ വീട്ടിൽ സന്ധ്യാസമയത്ത് ഒരു ഭാഗത്ത് ശിവാനി നിലവിളക്ക് കൊളുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് മൗലവി സാഹിബ് നിസ്കരിക്കുമായിരുന്നു. വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരുന്നുവെങ്കിലും ആ വീട് സ്നേഹത്തിന്റെ വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ശിവാനിക്ക് ഒരു മകൻ ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ ആദ്യം കയ്യിലെടുത്തത് മൗലവി സാഹിബായിരുന്നു. ആ കുഞ്ഞിന്റെ കാതിൽ അദ്ദേഹം പ്രാർത്ഥനകൾ ചൊല്ലി. തന്റെ മകൾക്ക് ഒരു നല്ല കുടുംബവും സ്നേഹമുള്ള ഭർത്താവും ലഭിച്ചതിൽ അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. വാർദ്ധക്യം അദ്ദേഹത്തെ തളർത്തിയെങ്കിലും തന്റെ മകളുടെയും പേരക്കുട്ടിയുടെയും കൂടെയുള്ള ആ നിമിഷങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരുന്നു. സമൂഹത്തിലെ പല ഉന്നത വിവാഹങ്ങളിലും അധികാരവും പണവും പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ശിവാനി തന്റെ വിവാഹത്തിലൂടെ നന്ദിയും സ്നേഹവുമാണ് പ്രദർശിപ്പിച്ചത്. താൻ എത്ര വലിയ നിലയിലെത്തിയാലും തന്നെ കൈപിടിച്ചുയർത്തിയ ആ വൃദ്ധനെ അവൾ ചേർത്തു പിടിച്ചു. ഈ കുടുംബത്തിന്റെ കഥ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി. യഥാർത്ഥ ഭാരതം ഇതാണ് എന്ന് പലരും പറഞ്ഞു. സ്നേഹത്തിന് ഭാഷയോ മതമോ ഇല്ലെന്ന് ശിവാനിയുടെ ജീവിതം വീണ്ടും തെളിയിച്ചു.